നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ടീം ഇന്ത്യക്ക് ഏറ്റവും അധികം ആവശ്യമുള്ള സമയത്താണ് കിങ് കോഹ്ലിയിൽ നിന്ന് വലിയൊരു ഇന്നിങ്സ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് നമ്മളത് കാത്തിരുന്നു, പ്രതീക്ഷിച്ചു, പക്ഷേ ഒന്നും ഉണ്ടായില്ല. ഒരിക്കൽ കൂടി അദ്ദേഹം പുറത്താവുന്ന കാഴ്ച. ഔട്ട്സൈഡ് ഓഫിൽ വന്ന പന്ത് എഡ്ജ് ചെയ്യുന്നു, സ്ലിപ്പിലേക്ക് ക്യാച്ച്. സ്കോട്ട് ബോളണ്ടിൻ്റെ പന്തിൽ വെബ്സ്റ്റർ പിടിച്ച് പുറത്താകുമ്പോൾ 69 പന്തുകൾ നേരിട്ട് 17 റൺസാണ് അദ്ദേഹം അടിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഒരു ബൗണ്ടറി പോലും ഹിറ്റ് ചെയ്യാത്ത ഒരു ടെസ്റ്റ് കരിയർ, ഇത്രയധികം പന്തുകൾ നേരിട്ടും ഒരു ബൗണ്ടറി പോലും ഹിറ്റ് ചെയ്യാത്ത ഒരു ടെസ്റ്റ് ഇന്നിങ്സ് കരിയറിൽ ഇതാദ്യമാണ് എന്നുകൂടി ഇപ്പോൾ ക്രിക്ക് ബസ് കണക്ക് തരുന്നുണ്ട്. നോക്കുക എത്ര തവണ ഇപ്പോൾ ഈ സീരീസിൽ 8 തവണ അദ്ദേഹം കളിച്ചതിൽ 7 തവണയും 7 ഔട്ട് ഓഫ് 8 ടൈംസ് അദ്ദേഹം ഡിസ്മിസ്ഡ് ആവുന്നത് സിമിലർ ഫാഷനിലാണ്. അതായത് ഔട്ട്സൈഡ് ഓഫ്, എഡ്ജഡ് ആൻഡ് കോട്ട് ബിഹൈൻഡ്. അത് സ്ലിപ്പിലെവിടെയെങ്കിലും അല്ലെങ്കിൽ വിക്കറ്റ് കീപ്പറുടെ കയ്യിലേക്ക്, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ അദ്ദേഹത്തെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്ഥിരമായിട്ട്. ഓഫ് സ്റ്റമ്പിൻ്റെ വെളിയിൽ പോകുന്ന പന്തിന് അദ്ദേഹത്തിന് വീക്ക്നെസ് ഉണ്ട്, അത് എല്ലാവർക്കും അറിയാം. ഓസ്ട്രേലിയക്കാരത് കൃത്യമായിട്ട് മനസ്സിലാക്കി. ആ ബൗളേഴ്സ് ഈ സീരീസിൽ സമ്പൂർണ്ണ ആധിപത്യം കോഹ്ലിക്ക് മേൽ. ഓസ്ട്രേലിയൻ ബൗളേഴ്സ് ഹാവ് കംപ്ലീറ്റ്ലി ഡൊമിനേറ്റഡ് ഓവർ വിരാട് കോഹ്ലി എന്ന് തന്നെ പറയേണ്ടി വരും. ഇനിയിപ്പോൾ അദ്ദേഹം MCGയിൽ ഉണ്ടായതിനേക്കാൾ വ്യത്യസ്തമായ സ്റ്റാൻഡോ ഒക്കെ ആയിട്ടാണ് ക്രീസിൽ നിന്നിരുന്നത്. എന്നിട്ടും പക്ഷേ ഒടുവിൽ അത്തരം ഒരു പന്തിൽ തന്നെ അദ്ദേഹം പുറത്താകും. നേരത്തെ ഒരു ക്യാച്ച് ഡ്രോപ്പ് ചെയ്തതാണ്. എന്തായാലും ഒടുവിൽ അദ്ദേഹം ആ തരത്തിൽ തന്നെ പുറത്തു പോകുമ്പോൾ വലിയ നിരാശയാണ് ആരാധകർക്കുള്ളത്. ഇപ്പോൾ നോക്കുക, ഔട്ട്സൈഡ് ഓഫ് സ്റ്റമ്പിൽ പേസേഴ്സിൻ്റെ പന്തുകളിൽ അദ്ദേഹം ഇത്തവണ ഔട്ടായത് 219 പന്തുകൾ, 87 റൺസ് അദ്ദേഹം അടിച്ചു. അദ്ദേഹം 7 തവണ ഡിസ്മിസ്ഡ് ആവുന്നു. ഫോൾ ഷോട്ട് വന്നത് 23.6%, 14.5% എഡ്ജ് ചെയ്യപ്പെടുകയും ചെയ്തു. സോ കോഹ്ലി നന്നായിട്ട് ബുദ്ധിമുട്ടുന്ന കാഴ്ച, അദ്ദേഹത്തിൻ്റെ വീക്ക്നെസ് എതിരാളികൾ മുതലെടുക്കുന്ന കാഴ്ച ഇങ്ങനെ കാണുന്നത് തീർച്ചയായിട്ടും ആരാധകർക്ക് നിരാശയുണ്ടാക്കുന്നുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.